ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ യൂണിക്കോൺ BS6 മോഡൽ യൂണിക്കോണാണ്. ജനറൽ സർവീസും ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനറൽ സർവീസും ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഫോർക്ക് പൈപ്പ് ലീക്കായിട്ട് അതിൻ്റെ ഓയിലൊക്കെ മാറാൻ വേണ്ടി നമ്മൾ അയച്ചാണ് കേട്ടോ. എൻ്റെ പൈപ്പിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്കത് ഇതുമ്പോൾ ശരിക്കും നമുക്ക് കാണാം പ്ലേറ്റിങ് പോയേക്കണത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേറ്റിങ് വേണ്ടത്. ഇതിൻ്റെ ആയാലും ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അവിടെ സ്ക്രാച്ചസ് വന്നതാണ്. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ 2 പൈപ്പും കൂടിയാണ് മാറണത്. അതേപോലെ തന്നെ അതിൻ്റെ ഓയിൽ ഡസ്റ്റ് സീല് ഓയിൽ സീലൊക്കെയാണ് ഈ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് പൈപ്പ് നമുക്ക് വരുമ്പോഴത്തേക്കും ഫോർക്ക് പൈപ്പിൻ്റെ റേറ്റ് വരുമ്പോൾ 963 രൂപയാണ് നമുക്ക് ഒരു പൈപ്പിനാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഒരു 2 പൈപ്പ് നമുക്കുണ്ട്. 963 രൂപയുടെ 2 പൈപ്പ് വരും. പിന്നെ അതിൻ്റെ ഓയിൽ സീൽ കിറ്റ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 299 രൂപയാണ്. KRMൻ്റെ ഓയിൽ സീലും ഡസ്റ്റ് സീലും കൂടി ആ 2 കൂടിയിട്ടാണ്. റബ്ബർ സീലുകൾ 2 കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണത്തിനാണ് ഒരു പൈപ്പിന് 300 അടുത്ത് 299 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരും. പിന്നെ അതേപോലെ തന്നെ ഫോർക്ക് ഓയിൽ മാറണം. ഓയിൽ ചേഞ്ച് ഓയിലുണ്ട്, ഫോർക്ക് ഓയിലുണ്ട്, അതിൻ്റെ ഡസ്റ്റ് സീല്, അതിൻ്റെ ഫോർക്ക് നട്ടിൻ്റെ ഓറിങ്, ഇതെല്ലാം കൂടി നമുക്ക് അതിനകത്ത് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ബാക്കിയത്തെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ അയച്ചാനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട് അയച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. ഏകദേശം ഒരു 7 മണി 7:30 ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വിളിച്ചോളാം. ഓക്കെ.